നമുക്കിന്ന് 3 ഹാർട്ട് ബ്രേക്ക് ലവ് സ്റ്റോറീസ് പരിചയപ്പെടാം. ആദ്യത്തേതൊരു കന്നഡ ചിത്രമാണ്. ബാംഗ്ലൂരിൽ കോളേജ് ലൈഫിൽ തുടങ്ങി ദിയ സ്വരൂപ് എന്ന പെൺകുട്ടിയുടെ ലവ് ഫീലിങ്സും ഫെയിലിയേഴ്സൊക്കെ കൂട്ടിച്ചേർത്ത് അവസാനം ഒരു ഹാർട്ട് ബ്രേക്കിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് സംവിധായകൻ. ഇയാളൊരു സാഡിസ്റ്റ് ആണെന്നൊരു അവസാനം ഞാൻ ചിന്തിച്ചു പോയിരുന്നു. അങ്ങനെയാണ് എൻ്റെ ലവ് ട്രാക്ക് പോകുന്നത്. അടുത്തൊരു കന്നഡ മൂവിയാണ് സപ്തസാഗരദ ചെയല്ലോ സൈഡ് എ ആൻഡ് ബി. ഈ ട്രൂ ലവ് എന്നൊക്കെ പറയുന്നത് ഔട്ട് ഓഫ് ഫാഷൻ അല്ല, ഔട്ട് ഓഫ് വേൾഡ് ആയ സമയത്താണ് മനുവിൻ്റെയും പ്രിയയുടെയും ഇങ്ങനെ ഒരു ട്രൂ ലവ് പറഞ്ഞിട്ടുള്ള സിനിമ വരുന്നത്. ഒരുമിച്ചൊരു ജീവിതം കണ്ട മനുവിന് അനുഭവിക്കേണ്ടി വരുന്ന വേറൊരു ടൈപ്പ് ഓഫ് ജീവിതം. അവസാനം മനുവിൻ്റെ ജീവിതം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതൊക്കെയാണ് സിനിമ. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. എനിക്ക് പേഴ്സണലി കൂടുതൽ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയ സിനിമയാണ്. സ്കൂൾ ലൈഫിൽ തുടങ്ങി തമ്മിൽ ഇഷ്ടപ്പെട്ടിരുന്ന വൈഷ്ണവി ആനന്ദും അവസാനം ഒരു ഗ്രാമത്തിൽ നിന്ന് മെട്രോ സിറ്റിയിലേക്ക് കോളേജിൽ പോകുന്ന വൈഷ്ണവി, പിന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അറിയാലോ, ഫ്രണ്ട്സ്, ഇൻഫ്ലുവൻസേഴ്സ്, സിറ്റുവേഷൻസ്, സൊസൈറ്റി. അവസാനം ഒരു പെൺകുട്ടി കാരണം ആനന്ദിൻ്റെ ലൈഫ് എവിടെ എത്തി നിൽക്കുന്നു എന്നുകൂടി സിനിമ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങളൊരു വല്ലാത്ത ഹാർട്ട് ബ്രേക്കിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു.